നരേന്ദ്രമോദി ഇതാ വേദിയിലേക്ക് എത്തുന്നു. അദ്ദേഹം ഇതാ വെള്ളയുടുപ്പ്, വെള്ളക്കുർത്തയും വെള്ളമുണ്ടും ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത്. കേരളീയ വേഷത്തിൽ വെള്ളക്കുർത്ത, വെള്ള ഷർട്ടും വെള്ളമുണ്ടും ധരിച്ചുകൊണ്ട് നരേന്ദ്രമോദി പ്രധാനമന്ത്രി ഇതാ വേദിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇതാ വേദിയിൽ അദ്ദേഹം ആദ്യം തന്നെ ഇതാ പ്രവർത്തകരെ കൈവീശി അഭിസംബോധന ചെയ്യുന്നതാണ്. പ്രവർത്തകർ അത്യാവേശത്തിലാണ്, ദൃശ്യങ്ങളിൽ കാണാം. അപ്പുറത്ത് ശോഭാ സുരേന്ദ്രൻ ഭാരത് മാതാ കി ജയും മോഡി കി ജയും വിളിക്കുന്നു. അതിനേക്കാൾ അപ്പുറത്തേക്ക് ആവേശത്തിൽ പ്രവർത്തകർ ഇപ്പോൾ മോഡി പ്രവർത്തകരെ എല്ലാം അഭിവാദ്യം ചെയ്ത് കൈവീശി നമസ്കരിച്ചുകൊണ്ട് ഇപ്പോൾ സ്റ്റേജിലുള്ള നേതാക്കളിലേക്ക്, വേദിയിലുള്ള നേതാക്കളിലേക്ക് അടുത്തു പോവുകയാണ്. അടുത്ത് ഓരോരുത്തരെയായി ലോക്യം പറയുന്നു. അങ്ങനെ മോഡി ഇതാ ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ വേദിയിൽ അദ്ദേഹത്തിന് നിശ്ചയിക്കപ്പെട്ട ഇരിപ്പിടത്തിൽ ഇരുന്നു കഴിഞ്ഞു. സുഹേൽ, ഏതായാലും അല്പസമയത്തിനകം പ്രധാനമന്ത്രിയുടെ പ്രസംഗം ആരംഭിക്കും. അതിനു മുമ്പുള്ള ഔപചാരിക സ്വാഗത പ്രസംഗം നടത്താൻ വേണ്ടി ഇതാ ഇപ്പോൾ പ്രശാന്ത് ശിവൻ ബി ജെ പിയുടെ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ഇപ്പോൾ സ്വാഗത പ്രസംഗം നടത്തുന്നതാണ് നമ്മൾ കാണുന്നത്. അതാ വലിയ ആവേശത്തിൽ പ്രവർത്തകരെ ആവേശം കൊള്ളിച്ചുകൊണ്ടുള്ള മുദ്രാവാക്യം വിളിയാണ്. പ്രധാനമന്ത്രിയുടെ തൊട്ടരികിൽ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം. നേതാക്കൾ, ഒരു ഭാഗത്ത് സാബു ജേക്കബ്, ഈ അടുത്താണ് ഒരു പൊളിറ്റിക്കൽ ഒരു വലിയ സ്ട്രാറ്റജിക്കലായ മുന്നേറ്റമായിരുന്നു, ഒരുപക്ഷെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് ആയിരുന്നു 2020, ഒരു പൊളിറ്റിക്കൽ സർജിക്കൽ സ്ട്രൈക്ക് എന്ന നിലയിലാണ് 2020 BJP-ക്കൊപ്പം എത്തിയത്. സാബു ജേക്കബ് വേദിയിലുണ്ട്, മറ്റ് NDA ഘടകകക്ഷികളുടെ എല്ലാം നേതാക്കളുണ്ട്. നരേന്ദ്രമോദി ഇപ്പോൾ തന്നെ വേദിയിൽ പ്രസംഗത്തിന് വേണ്ടി തയ്യാറാകും എന്നുള്ളത് ഇപ്പോൾ ആരാർപ്പണം ചെയ്യുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ ഇതാ ഷോളണിയിച്ചു കഴിഞ്ഞു. ഇനി മറ്റു നേതാക്കൾ ആരാർപ്പണം ചെയ്യും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത് കഴിഞ്ഞ് ഉടനെ തന്നെ പ്രധാനമന്ത്രിയുടെ പ്രസംഗം ഇതാ പ്രധാനമന്ത്രിക്ക് കഥകളി രൂപം നൽകുന്നു. കഥകളി രൂപം നൽകുകയാണ് ഇപ്പോൾ പാലക്കാട്ടെ സ്ഥാനാർത്ഥി. നരേന്ദ്രമോദിക്ക് കഥകളി രൂപം നൽകിക്കൊണ്ടുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ, 24 പ്രേക്ഷകർ കാണുന്നത്. ഇതാ നരേന്ദ്രമോദിക്ക് വീണ്ടും ഷാൾ അണിയിക്കുന്നു. മലമ്പുഴയിലെ സ്ഥാനാർത്ഥി, മലമ്പുഴ BJP വിജയസാധ്യത പ്രവചിച്ച ഒരു മണ്ഡലമാണ്. മലമ്പുഴയിലെ സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ ഇതാ നെൽക്കുല നൽകുകയാണ്. നെൽക്കുല നൽകിക്കൊണ്ടിരിക്കുന്നു. കാർഷിക കേരളത്തിന്റെ പ്രതീകമായ നെൽക്കുല നൽകുന്നു. പാലക്കാട് ഒരു കാർഷിക കേരളത്തിന്റെ പ്രതീകമായ ഒരു കേരളത്തിന്റെ നെല്ലറ എന്ന് പറയുന്ന ജില്ലയാണ് പാലക്കാട്ട്. സ്വാഭാവികമായും കർഷകർക്ക് വേണ്ടി എന്തെങ്കിലും പ്രധാനമന്ത്രി പറഞ്ഞേക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ സാബു ജേക്കബുമായി പ്രധാനമന്ത്രി ഹസ്തദാനം നൽകി സൗഹൃദം പങ്കുവെക്കുന്നു. സാബു ജേക്കബ് ഇതാ ഷാൾ അണിയിക്കുകയാണ്. സാബു ജേക്കബ് ഒരു പൊളിറ്റിക്കൽ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിക്കൊണ്ട് BJP പക്ഷത്തേക്ക് എത്തിയ 2020 നേതാവ് സാബു ജേക്കബ് ഷാൾ അണിയിച്ചു കഴിഞ്ഞു. ഇതാ പ്രധാന നേതാക്കൾ എല്ലാവരും, മേജർ രവി, CK പത്മനാഭൻ തുടങ്ങിയ പ്രധാന നേതാക്കളെല്ലാം വേദിയിലുണ്ട്. നരേന്ദ്രമോദിക്ക് അടുത്ത ഒരു ശില്പം നൽകുകയാണ് BJP-യുടെ പാലക്കാട്ടെ നേതാക്കൾ. ഇത് കൂടാതെ തന്നെ 2 വെഞ്ചാമരവും നൽകുന്നു. 2 ആലവട്ടം നൽകുന്നു പ്രധാനമന്ത്രിക്ക്. പ്രധാനമന്ത്രിക്ക് അത് കൈമാറുകയാണ്. അതിലൊരെണ്ണം കൃഷ്ണകുമാർ ഏറ്റുവാങ്ങുന്നു. ഒന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ വലതു കൈയിൽ പിടിച്ചിരിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.